അഫാൻ്റെ വീടിന് മുന്നിലേക്ക് പോലീസ് വാഹനം എത്തുന്നു. ഇവിടെ നിന്നും ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതിനു ശേഷം അഫാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി അഫാൻ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്ത ആ വീട്ടിലേക്ക്, അതിൻ്റെ ആലോചന നടത്തിയ വീട്ടിലേക്ക് അഫാൻ എത്തിച്ചേരുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതുപോലെയുള്ള അത്രയും കഴിഞ്ഞ സ്ഥലത്ത് കണ്ട വലിയ ആൾക്കൂട്ടം പോലൊരു ആൾക്കൂട്ടം ഇവിടെയില്ല. പക്ഷേ എങ്കിലും ഈ പരിസര പ്രദേശത്ത് നിന്നും ഈ വാർത്ത കേട്ടറിഞ്ഞതിന് ശേഷം ഇവിടെയും തെളിവെടുപ്പുണ്ടാകുമെന്ന വാർത്ത വന്നതിന് ശേഷം ഇവിടേക്കും ആളുകൾ എത്തിയിട്ടുണ്ട്. ആളുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ഈ പരിസരവാസികളാണ്. ഇങ്ങനെ ഈ അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്യുമ്പോൾ തങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഈ പറയുന്ന. നമ്മൾ അന്ന് ആളുകൾക്ക് മൈക്ക് വെക്കുമ്പോൾ എല്ലാം അവർ പറഞ്ഞിരുന്ന ഇതാണ്. നിലവിൽ എന്തായാലും സ്വന്തം വീട്ടിലേക്ക് കയറി പോകുമ്പോൾ അമ്മയെ കഴുത്തിനരിച്ച് കൊല്ലാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഫർസാന എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ, തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരനെ കൊലപ്പെടുത്തിയ ഒരു വീട്ടിലേക്ക് നടന്നു കയറി പോകുമ്പോൾ പോലും അഫാൻ്റെ മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൂസൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ പാങ്ങോടത്തെ വീട്ടിലേക്ക് എത്തിച്ചപ്പോഴും അതുതന്നെയായിരുന്നു, നിർവികാരമായിരുന്നു അഫാൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. ഇപ്പോൾ വീടിനകത്തേക്ക് പോലീസ് സംഘം കയറിയിട്ടുണ്ട്. ഇനി വീട്ടിൽ വീടിനുള്ളിൽ തെളിവെടുപ്പ് നടക്കേണ്ടതുണ്ട്. മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഉണ്ടാകില്ല. അഫാൻ അകത്തേക്ക് കയറുമ്പോൾ അഫാന് കാണേണ്ടി വരുന്ന കാഴ്ച, അഫാൻ നേരത്തെ ഒരു വട്ടം കണ്ട കാഴ്ചയാണെങ്കിൽ കൂടി ഇപ്പോൾ അത് അഫാൻ്റെ മനസ്സിനെ അലട്ടുമോ എന്നാണ് അറിയേണ്ടത്. കാരണം അകത്ത് കയറുമ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടിരിക്കുന്ന മുറി അത് മുകളിലേക്കാണ്. അവിടേക്ക് എത്തിച്ച് ഇപ്പോൾ തെളിവെടുക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഈ പറയുന്ന ചുറ്റിക കൊണ്ടുവന്ന് വെച്ച സ്ഥലമുണ്ട്, ആ സ്ഥലം കാണിച്ചു കൊടുക്കുക എന്നാണ്. പക്ഷേ അപ്പോഴും ഇവിടേക്ക് കയറുമ്പോൾ ആ മുറികളിലെല്ലാം ചോര കെട്ടിക്കിടക്കുന്നുണ്ട്. ഇറങ്ങി വരുന്ന സ്ഥലത്ത് സഹോദരനെ കൊലപ്പെടുത്തിയിട്ട സ്ഥലത്ത് ഇപ്പോഴും ചോരപ്പാടുകളുണ്ട്. ഇവിടെ വന്ന് തെളിവെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ, ഈ കൊലപാതക വിവരം അറിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തിയ ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പറയുകയാണ്, അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രി കണ്ണടയ്ക്കുമ്പോൾ ആ രക്തത്തിൻ്റെ മണമാണ് വരുന്നത് എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷമുള്ള വീടാണ്. ആ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. അന്ന് പൂട്ടിപ്പോയതാണ്. അതിനുശേഷം പിന്നീട് ഇവിടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അഫാൻ്റെ പിതാവ് ഗൾഫിൽ നിന്നും ഇവിടേക്ക് എത്തിയപ്പോൾ പോലും മറ്റൊരു ബന്ധുവീട്ടിലാണ് താമസം. ഇവിടെ ഇനിയിപ്പോൾ ഈ 3 കേസുകളുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഈ വീട് അവർക്ക് പിതാവിന് കൈമാറാം എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും വീട്ടിനുള്ളിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പുറത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലതാനും. ആര്യ, അമൽ പറഞ്ഞതുപോലെ തന്നെ ആ വെഞ്ഞാറുമൂട്ടിലെ വീട്, അഫാൻ താമസിച്ച വീട്, അതിക്രൂരമായ 2 കൊലപാതകങ്ങൾ, അഫാന് അത്രമേൽ പ്രിയപ്പെട്ട 2 പേരെ അതിക്രൂരമായി കൊലപാതകം ചെയ്ത വീട്, സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ വീട്ടിലേക്കാണ് അഫാനുമായി പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. അമൽ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലേക്ക് അഫാൻ കയറുമ്പോൾ നിർവികാരനായി തന്നെ വീട്ടിലേക്ക് കയറുന്നത് ഒക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ പ്രതി ഇപ്പോൾ ഏതൊരു മാനസികാവസ്ഥയിലൂടെ ആവും കടന്നു പോകുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ വീട്ടിൽ നിർണായകമായ തെളിവെടുപ്പ് ആ വീട്ടിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അമൽ തേനമ്പറമ്പിൽ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് നമുക്ക് തരികയാണ്. അമൽ, വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം അവിടെയുണ്ട്, പോലീസ് സന്നാഹമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രതിയുമായി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഏറ്റവും നിർണായകമായ ഒരു തെളിവെടുപ്പാണ് ഇപ്പോൾ ആ വീട്ടിൽ നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, അപ്പം കഴിഞ്ഞ തീരുവോ? വീട്ടിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടുത്തെ തെളിവെടുപ്പ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാങ്ങോട് സൽമാ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ തെളിവെടുപ്പ് മാത്രമാണ്. അതിനാൽ ഇനിയിപ്പോൾ അധികം വൈകും എന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ ഇനി പോകേണ്ട 2 സ്ഥലങ്ങളാണ്. ഒന്ന്, അഫാൻ പണം നിക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു CDMA മെഷീൻ ഉണ്ട്, അവിടേക്ക് പോകണം. അവിടുത്തെ CCTV പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിനാൽ അവിടെ ഇറക്കിയുള്ള തെളിവെടുപ്പ് എന്ന് പറയുന്നത് വെറും സാങ്കേതികമായൊരു കാര്യമാണ്. അതിനാൽ അവിടെ ഇറക്കേണ്ടതുണ്ടോ എന്നൊരു ആലോചന ഇപ്പോഴും അവർക്കിടയിലുണ്ട്. എന്തായാലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ശേഷം എത്തിയാൽ മതി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം പിന്നീട് പോകേണ്ട ഒരു സ്ഥാപനം, ഇവിടെ നിന്നും വീട്ടിൽ നിന്നും മാതാവിനെ കഴുത്ത് ഞെരിച്ചതിന് ശേഷം പോയ ഒരു ഫിനാൻസ് സ്ഥാപനമുണ്ട്. ആ ഫിനാൻസ് സ്ഥാപനത്തിൽ പോയി കുറേ പണം വാങ്ങി അവിടെ നിന്നും പിന്നീട് ചുറ്റിക വാങ്ങാൻ പോയൊരു കടയുണ്ട്. ആ ചുറ്റികയും വാങ്ങിയാണ് സൽമാ ബീവിയെ കൊലപ്പെടുത്താൻ പോകുന്നത്. അതായത് ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് ആ ഫിനാൻസ് സ്ഥാപനത്തിലേക്കും കൂടി പോയാലേ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോയുള്ള തെളിവെടുപ്പ് പൂർത്തിയാകൂ. പക്ഷേ അത് ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ നമുക്കിപ്പോഴാകുന്നില്ല. കഴിഞ്ഞ തവണയും ഇതുതന്നെയാണ്. പോലീസിന് കൃത്യമായ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെഞ്ഞാറമൂട് ടൗണിലേക്കൊക്കെ ഇറങ്ങിയാണ് ഇനി 2 സ്ഥലങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നത് പോലെ ആകില്ല. ഇതും ഈ വാർത്ത കേട്ടറിഞ്ഞ്, പാങ്ങോട് തെളിവെടുപ്പിൻ്റെ വാർത്ത കേട്ടറിഞ്ഞ് വന്ന ആളുകളാണ്. നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇത്ര ആളുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പാങ്ങോട് കണ്ടതിന് സമാനമായി തന്നെ ഇവിടെയും വലിയ ജനക്കൂട്ടം രൂപപ്പെടുകയാണ്. അതുപോലെ ഇതിപ്പോൾ ഒരു പ്രാദേശികമായിരിക്കുന്ന ഒരു സ്ഥലമാണ് എങ്കിൽ വെഞ്ഞാറമൂട് നഗരം അങ്ങനെ ആയിരിക്കില്ല. അവിടേക്ക് ഇത്രയധികം പോലീസ് വണ്ടികളും
വാഹനങ്ങളും എല്ലാം കൂടി എത്തുമ്പോൾ അവിടെ ആൾക്കൂട്ടം കൂടി ഉണ്ടായാൽ പോലീസിന് അത് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു. അതിനാൽ അവിടെ ഇറക്കിയുള്ള തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയ്ക്ക് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ആ പോലീസ് വാഹനം പാങ്ങോട് നിന്നും നേരത്തെ ഇവിടേക്ക് പുറപ്പെട്ടതുപോലെ ഇവിടെ നിന്നും ആ വാഹനം കുറച്ച് നേരത്തെ ഈ ഫിനാൻസ് സ്ഥാപനത്തിന്റെ അവിടെ എത്തി അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി അതിനുശേഷം അഫാനെ അവിടേക്ക് എത്തിക്കാനുള്ള തീരുമാനമാകും ഉണ്ടാകുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഞാൻ വന്നപ്പോൾ പറഞ്ഞതിന് അവസ്ഥയിൽ നിന്നും മാറ്റം ഒരുപാടുണ്ട്. കാരണം നേരത്തെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അതല്ല. വരുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ നിർത്തുന്നു, ഇവിടേക്ക് ആളുകൾ ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ ഈ വാർത്ത കേട്ടറിഞ്ഞ് ഈ പോലീസ് വാഹനവും മാധ്യമ വാഹനവും എല്ലാം ഇങ്ങനെ ഒരു വാഹന വ്യൂഹം എന്ന് പറയാൻ പരുവത്തിനാണ് അവിടെ നിന്നും പാങ്ങോട് നിന്നും ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് കണ്ട് ഇത്രയധികം വാഹനങ്ങൾ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ അത് കണ്ട് ഇവിടേക്ക് എത്തുന്നത് എന്താണ് സംഭവം എന്നറിയാനൊക്കെ വന്നു കൂടുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ സംഭവം അറിയാത്ത ആളുകളാരും നാട്ടിലില്ല. അതിനാൽ തന്നെ ഈ തെളിവെടുപ്പായിരിക്കും എന്ന് ഉറപ്പിച്ച് ഇവിടേക്ക് വന്നെത്തുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ വാഹനം നിർത്തിയ ആളുകൾ ഇവിടേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇവിടെയും പാങ്ങോടിന് സമാനമായി തന്നെ ഒരു ആൾക്കൂട്ടം രൂപപ്പെടുന്നുണ്ട്. പക്ഷേ ആളുകളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു വൈകാരിക പ്രകടനമോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പോലീസ് നേരത്തെ വന്നപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞിരുന്നു സമാധാനപരമായി തെളിവെടുപ്പ് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന്. എന്തായാലും നാട്ടുകാർ തെളിവെടുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുന്നു. അഫാൻ കുറ്റമെല്ലാം സമ്മതിച്ചതാണ്. അതിനാൽ തന്നെ സാങ്കേതികമായി ഇവിടേക്ക് എത്തിച്ച് അവിടെയുള്ള ഈ പറയുന്ന ചുറ്റിക കൊണ്ടുവച്ച സ്ഥലം, അതോടൊപ്പം തന്നെ ഈ കൊലപാതകങ്ങൾക്കെല്ലാം ശേഷം വിഷം കഴിച്ച അതിനുശേഷം അവശേഷിക്കുന്ന എലിവിഷം, ഇതെല്ലാം കാണിക്കേണ്ടതുണ്ട്. പക്ഷേ അഫാന്റെ ഭാഗത്തു നിന്നും ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതൽ പോലീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് അഫാന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങളാണ്. രാവിലെ ഒരു തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കസേരയിൽ നിന്ന് എണീറ്റപ്പോൾ അങ്ങ് തളർന്നു വീഴുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ പോലീസുകാർ തന്നെ പറയുന്നത് കാലെല്ലാം തളർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ യാതൊരു പ്രശ്നവുമില്ല.